അയാൾ കഥ പറയുകയാണെന്നുള്ള സിനിമ ടാസ്കിൽ ആര്യൻ്റെയും നിവിൻ്റെയും കഥയാണ് വിജയിച്ചത്. ഓരോരുത്തരുടെയും കഥകളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു സാബുമോൻ. ആതിരയുടെ തൃശ്ശങ്കൂർ നന്നായിരുന്നു, എന്നാൽ കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ടെന്നും, തൃശ്ശങ്കൂർ എന്ന് പറയുമ്പോൾ എവിടെയും എത്തിയില്ല എന്നാണ് അതിനർത്ഥം. അപ്പം എവിടെയെങ്കിലും എത്തണ്ടേ, ആദ്യം എവിടെയെങ്കിലും എത്തട്ടെ, ഒന്നുകിൽ അങ്ങേ അറ്റം പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരണം. തൃശ്ശങ്കൂർ സ്വർഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആദ്യം എത്തട്ടെ, എന്നിട്ട് നമുക്ക് കഥയെപ്പറ്റി ആലോചിക്കാം. പ്രോജക്റ്റ് ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ അനീഷിൻ്റെ ചെന്നൈ മലറുകൾ, ടൈറ്റിലില്ല, മ്യൂസിക്കുമില്ല. അനീഷ് ക്രിയേറ്റഡ് സൈഡ് വേണോ, ഒന്നുകിൽ വേറൊരാളെ കൊണ്ട് എഴുതിപ്പിക്കൂ. എനിക്ക് 2 സിനിമകൾ ഇഷ്ടപ്പെട്ട്. പൈസ മുടക്കുന്നത് ഞാനല്ലേ, ആ 2 സിനിമകൾ നമുക്ക് ഒന്നിച്ചാക്കി ഒരു പുതിയ കഥ രൂപീകരിച്ചെടുക്കണം. അത് നമ്മൾക്ക് ആലോചിക്കാം. ഒരു സിനിമയുടെ സംഗീതവും ത്രില്ലിംഗ് സാധനവും ഒക്കെ ഇഷ്ടപ്പെട്ട്. വേറൊരു സിനിമയുടെ ഫൺ എലിമെൻറ്റും സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ 2 എണ്ണവും കൂടി ഒരുമിച്ച് പുതിയ ഒരെണ്ണം ഉണ്ടാക്കാം. എന്തായാലും ഞാൻ പൈസ ചിലവാക്കുന്നില്ലേ, എന്ത് പറയുന്നു. ഞാൻ തിരഞ്ഞെടുത്ത 2 പേരും സ്റ്റേജിലോട്ട് വരും. അങ്ങനെ ആര്യനെയും നിവിനെയും സ്റ്റേജിലോട്ട് വിളിച്ച് അവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ സിനിമ ടാസ്കിൽ ആര്യൻ്റെയും നിവിൻ്റെയും കഥ വിജയിച്ചു. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.